10 മിനിറ്റിനകം തന്നെ ഈ സാങ്കേതിക പ്രശ്നം പരിഹരിക്കാമെന്നായിരുന്നു തിയേറ്ററുകാർ കണക്കുകൂട്ടിയിരുന്നത്. പക്ഷേ സിനിമ നിലച്ചതിൽ പ്രതിഷേധിച്ച് രോഷാകുലരായ കാണികൾ ഏറ്റവും ആദ്യം ചെയ്തത് സ്ക്രീൻ വലിച്ചു കീറുകയായിരുന്നു. പിന്നീട് ഈ കാണികളെ സംയമനത്തിലാക്കുന്നതിന് വേണ്ടി ജീവനക്കാർ ശ്രമിച്ചെങ്കിലും അവരോടും ഈ കാണികൾ തട്ടിക്കയറുകയാണുണ്ടായത്. പിന്നീട് തിയേറ്ററിന്റെ വാതിലുകൾ തകർക്കുകയും സീറ്റുകൾ തകർത്താണ് കാണികൾ അവരുടെ രോഷം പ്രകടിപ്പിച്ചത്. വിവരം പോലീസിൽ അറിയിച്ച് ഏകദേശം 10 മിനിറ്റിനകം തന്നെ വലിയൊരു പോലീസ് സംഘം അപ്സര തിയേറ്ററിൽ എത്തുകയും കാണികളെ നിലയ്ക്ക് നിർത്തുന്നതിന് വേണ്ടി പോലീസ് ഇടപെടുകയും ചെയ്തു. പക്ഷേ പോലീസിന്റെ സാന്നിധ്യത്തിലും അക്രമം തുടരുകയാണ് ഉണ്ടായത്. ഇങ്ങനെ വ്യാപകമായ അക്രമം തുടർന്നപ്പോൾ തിയേറ്ററിൽ നിന്ന് ആളുകളെ പുറത്ത് കടത്തുന്നതിന് വേണ്ടി പോലീസിന് ലാത്തി വീശേണ്ടി വന്നു. സിനിമ കാണാനെത്തിയ കാണികളിൽ സ്ത്രീകളും കുട്ടികളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്ത്രീകളെയും കുട്ടികളെയും തിയേറ്ററിനകത്ത് നിന്ന് പെട്ടെന്ന് തന്നെ മാറ്റിയ ശേഷമാണ് ഈ അക്രമം കാട്ടിയവരെ തുരത്തി ഓടിക്കുന്നതിന് വേണ്ടി പോലീസ് ലാത്തി വീശിയത്. ഏകദേശം ഒരു അരമണിക്കൂർ നേരം അപ്സര തിയേറ്ററിൽ ഒരു സംഘർഷാവസ്ഥ നിലനിന്നിരുന്നു. ഒരു അക്രമ രീതിയിൽ കാണികൾ പ്രതിഷേധം തുടർന്നാൽ എങ്ങനെ ഈ സിനിമാ തിയേറ്റർ സംവിധാനം നടത്തിക്കൊണ്ടുപോകാൻ കഴിയും? അത് ബുദ്ധിമുട്ടാണ്. ഇത് സാങ്കേതിക തകരാറാണ്. അത് എപ്പം വേണേലും സംഭവിക്കാം. അത് നമ്മുടെ കയ്യിലിരിക്കുന്നതല്ല. അതിന് ഈ വരുന്ന പ്രേക്ഷകർ സഹകരിച്ച് തരിക എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ ഈ സ്ഥാപനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരിക്കലും സാധിക്കുകയില്ല. ഇത്തരത്തിലുള്ള അക്രമം തുടർന്നാൽ സിനിമാ പ്രദർശനം ഇങ്ങനെ കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാടിലാണ് തിയേറ്റർ ഉടമകൾ ഉള്ളത്. കോഴിക്കോട്ട് നിന്ന് നിഖിൽ ഡേവിസ്, മനോരമ ന്യൂസ്.